പാർട്ടിയുമായുള്ള കടുത്ത അസ്വാരസ്യങ്ങൾക്ക് പിന്നാലെ മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാനൊരുങ്ങുകയാണ് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും സമാപന സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്നതിന് പിന്നാലെയാണ് ലീഗിന്റെ സെമിനാറിൽ പങ്കെടുക്കാൻ സുധാകരൻ ഒരുങ്ങുന്നത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി എത്തുന്ന പരിപാടിയിലാണ് ജി സുധാകരന്റെ പങ്കാളിത്തം. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ലീഗ് വിമർശനം ശക്തമാക്കിയിരിക്കുന്ന സമയത്താണ് സെമിനാറിൽ സുധാകരൻ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ സുധാകരൻ പങ്കെടുക്കാതിരുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 18 ജില്ലാ സമ്മേളനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന സുധാകരൻ 1975 ശേഷം പങ്കെടുക്കാത്ത ആദ്യ ജില്ലാ സമ്മേളനമായിരുന്നു ഇത്തവണ ആലപ്പുഴയിലേത്. ഇതിന് പിന്നാലെയാണ് ജി സുധാകരൻ ലീഗ് വേദിയിലേക്ക് എത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. പാർട്ടി പരിപാടികളിൽ നിന്നും തന്നെ മാറ്റി നിർത്തുന്നതിൽ ജി സുധാകരൻ കുറച്ചു നാളുകളായി അതൃപ്തി അറിയിച്ചിരുന്നു. പിണറായി വിജയൻ അധികാരത്തിൽ പിടിമുറുക്കുകയാണ് എന്ന തരത്തിലും ജി സുധാകരൻ പ്രസ്താവനകൾ പുറത്തിറക്കിയിരുന്നു. തുടർന്ന് CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിലേക്കും സമാപന സമ്മേളനത്തിലേക്കും ജി സുധാകരനെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2 പരിപാടികളിലും പങ്കെടുക്കാൻ അദ്ദേഹം താൽപര്യം കാണിച്ചിരുന്നില്ല. ആലപ്പുഴയിലെ വോട്ട് മറിക്കലുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിൽ പാർട്ടി അന്വേഷണം നടത്താത്തതിലും ജില്ലയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകാത്തതുമാണ് ജി സുധാകരനെ ചൊടിപ്പിച്ചത്. ഇക്കാരണങ്ങളാലാണ് ജി സുധാകരൻ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പിണറായി വിജയൻ പാർട്ടിയിൽ അധികാരം മുറുക്കുന്നതിലുള്ള വിയോജിപ്പിന്റെ ഭാഗമായി കൂടിയാണ് സമ്മേളനത്തിൽ നിന്നുള്ള ജി സുധാകരന്റെ മാറി നിൽക്കൽ. മുഖ്യമന്ത്രി അടങ്ങുന്ന സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയുമുള്ള വിമർശനങ്ങളെ ഒതുക്കി തീർക്കാൻ ആദ്യ അവസാനം പിണറായി വിജയൻ പങ്കെടുത്ത സമ്മേളനം കൂടിയായിരുന്നു ആലപ്പുഴയിലേത്. എന്നാൽ ജി സുധാകരനെ അവഗണിക്കുന്നതിനെതിരെ ജില്ലയിൽ നിന്നും വിമർശനമുയരുന്നുണ്ട്. പിന്നാലെ ജി സുധാകരനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് കോൺഗ്രസും BJPയും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ മറ്റു പാർട്ടികൾ സുധാകരനെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാനായി ജി സുധാകരൻ ഒരുങ്ങുന്നത്. എന്നാൽ CPM വിട്ട് മറ്റൊരു പാർട്ടിയിലേക്കില്ലെന്ന നിലപാടാണ് ജി സുധാകരൻ മുൻപും സ്വീകരിച്ചത്. അതേസമയം CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ തനിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് അടുത്തിടെ ജി സുധാകരൻ മറുപടി നൽകുകയും ചെയ്തിരുന്നു. എഴുന്നേറ്റ് നടക്കാവുന്ന കാലം വരെ കമ്മ്യൂണിസ്റ്റുകാരനാണ്, വിശ്രമമില്ല, പാർട്ടിക്കു വേണ്ടി ഇത്ര നാളും പ്രവർത്തിച്ച ശേഷം വീട്ടിൽ കുത്തിയിരുന്ന് വിശ്രമിച്ചാൽ മാനസിക രോഗിയായി മാറും, മിണ്ടാതിരിക്കണമെന്ന് പറയാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ലെന്നുമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് അന്ന് പ്രതികരിച്ചത്. 62 വർഷമായി പാർട്ടിയുടെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനങ്ങളില്ലാതെ 42 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. തന്റെ ശബ്ദം ഉയരാതിരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. തന്റെ ശബ്ദം കൊണ്ട് സാധാരണക്കാരന് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന രോഗികൾ ആലപ്പുഴയിലാണ് ഉണ്ടായിരുന്നത്. ഈ വൈറസ് ആരാണ് പത്തനംതിട്ടയിലേക്ക് പകർത്തിയതെന്ന് അറിയില്ല. പത്തനംതിട്ടയിലെറിഞ്ഞ കല്ല് അവിടെ കിടക്കുകയാണ്, ഇവിടെ വീണിട്ടില്ലെന്നും ജി സുധാകരൻ അന്ന് പറഞ്ഞിരുന്നു. അതേസമയം മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തിങ്കളാഴ്ച വൈകിട്ട് സംഘടിപ്പിക്കുന്ന ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന സെമിനാറിലാണ് ജി സുധാകരൻ പങ്കെടുക്കുക. ഇന്ത്യൻ ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിലാണ് മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സെമിനാർ ഉദ്ഘാടനം ചെയ്യും. CPM പ്രതിനിധിയായിട്ടാണ് സുധാകരനെ സെമിനാറിൽ ക്ഷണിച്ചതെന്നാണ് ലീഗ് നേതാക്കൾ വിശദീകരിച്ചത്.